നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കർക്കി ഔദ്യോഗികമായി ചുമതലയേറ്റു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനായി തന്റെ സർക്കാർ പ്രവർത്തിക്കുമെന്ന് സുശീല കർക്കി പറഞ്ഞു. കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം വീതം നഷ്ടപരിഹാരം നൽകും. അധികാരം രുചിക്കാനല്ല ഇടക്കാല സർക്കാർ വരുന്നതെന്നും 6 മാസത്തിൽ കൂടുതൽ തുടരില്ലെന്നും കർക്കി വ്യക്തമാക്കി. पत्रकार बन्धुहरू र कार्यालयका कार्यरत कर्मचारी दिदीबहिनीहरू പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് സുശീല കർക്കി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനായി പ്രവർത്തിക്കും. 6 മാസത്തിൽ കൂടുതൽ അധികാരത്തിൽ തുടരില്ലെന്നും സുശീല കർക്കി വ്യക്തമാക്കി. അടുത്ത വർഷം മാർച്ചിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പാർലമെന്റിന് ചുമതല കൈമാറും. ഇതിനെല്ലാം സർക്കാരിന് ജനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്ന് സുശീല പറഞ്ഞു. കലാപത്തിനിരയായവരെ ഇടക്കാല സർക്കാർ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 10 ലക്ഷം വീതം ധനസഹായം നൽകും. മൃതദേഹങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും മറ്റ് ജില്ലകളിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൗകര്യമൊരുക്കും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുമുതൽ നശിപ്പിച്ച സംഭവങ്ങളിൽ അന്വേഷണം നടത്തും. പ്രതിഷേധങ്ങളിൽ ആസൂത്രിതമായ അക്രമം നടന്നിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കും. പ്രക്ഷോഭത്തിൽ നശിച്ച സ്വകാര്യ സ്വത്തുക്കൾക്കും നഷ്ടപരിഹാരം നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും കർക്കി വ്യക്തമാക്കി. ഇടക്കാല മന്ത്രിസഭയ്ക്ക് അന്തിമ രൂപം നൽകാൻ കൂടിയാലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്. 15-അംഗ മന്ത്രിസഭയ്ക്ക് രൂപം നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ട്. തങ്ങളുടെ പരിഷ്കരണ നയങ്ങളുമായി ഒത്തുപോകുന്നവരെ തെരഞ്ഞെടുക്കണമെന്നാണ് ജൻസി പ്രക്ഷോഭകരുടെ ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.